ഇവിടെ ഈ തിരുസന്നിധിയിലെത്തി ഈ പള്ളിയുടെ സമർപ്പണത്തിന്റെ ഭാഗമായി നടക്കുന്ന കേവലം ഒരു ചടങ്ങ് മാത്രമാണ്. മത്സരത്തിനപ്പുറത്തേക്ക്, വാശിവൈരാഗ്യങ്ങൾക്കപ്പുറത്തേക്ക് ഓരോ വർഷവും വള്ളപ്പുഴയിൽ നിന്നും ഈ ഓണനാളുകളിൽ പുകഴ്ത്തി നിൽക്കുന്ന ഈ പമ്പാനദിയുടെ കുഞ്ഞോളപ്പരപ്പുകളിലേക്ക് തങ്ങളുടെ പുണ്യം നിറഞ്ഞ വള്ളപ്പുഴകളിൽ നിന്നും ആ തിരുവാറുമുളയപ്പന്റെ തിരുവുൾക്കാഴ്ചയെ അങ്ങനെ തെല്ലി ഇറക്കി ഈ പമ്പയുടെ നെട്ടായത്തിലേക്ക് കൊണ്ടുവന്ന് ഭഗവാൻ പാർത്ഥസാരഥിയുടെ പാതാരബിന്ദങ്ങളിൽ ഒന്ന് സമർപ്പിച്ച് അവിടെ നിന്നും ഭൂവും മാലയും പ്രസാദവും എല്ലാം വാങ്ങി ഇടക്കിടക്കുള്ള വള്ളസഖ്യയുടെ മഹാപുണ്യവും ഏറ്റുവാങ്ങി ഈ ചടങ്ങിൽ എല്ലാ തരത്തിലും പൂർണ്ണമായി ഇടപെട്ടു നിൽക്കുവാനുള്ള അവസരമായാണ് ഈ 51 കരകളും ഈ പള്ളിയുടെ സംഗമത്തെ കാണുന്നത്. അതിൽ മത്സരം എന്ന് പറയുന്നത് 1970 ആദ്യപാദത്തിൽ ആരംഭിച്ച മറ്റൊരു ചടങ്ങാണ്. ജനക്കൂട്ടത്തിൽ ആവേശം വർദ്ധിച്ചപ്പോൾ, ഇത്രയും പള്ളിയോടങ്ങളുടെ അഴകും പെരുമയും മഹിമയും ഗരിമയും വർദ്ധിച്ചപ്പോൾ, നാട്ടിൽ ജനങ്ങളുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ, പള്ളിയോടത്തിൽ എത്തിച്ചേരാൻ അംഗബലം കൂടിയപ്പോൾ ഇനി ഒരു മത്സരവെള്ളം കൂടി ആയിക്കോട്ടെ എന്നുള്ള പൂർവ്വസൂരികളുടെ മഹത്തരമായ ചിന്തയുടെ കൃത്യമായ അടയാളമായാണ് കഴിഞ്ഞ ദശകങ്ങളായി ആറന്മുളയിൽ ഈ മത്സരവള്ളംകളിയും നടക്കുന്നത്. അതിന്റെ ഭാഗമായി ദൈവാച്ച് വള്ളങ്ങളുടെ 3ാമത്തെ ഹീപ്സിൽ പങ്കെടുക്കുന്ന 3 പള്ളിയോടങ്ങൾ തുടങ്ങിയെത്തുന്നു. തോട്ടപ്പുഴശ്ശേരി, വൺമഴി, മംഗലം പള്ളിയോടങ്ങൾ. തോട്ടപ്പുഴശ്ശേരി പള്ളിയോടം ആറന്മുള പാർത്ഥസാരഥി വാണരുളുന്ന പുണ്യ സംഗീതത്തെ പമ്പാനദിക്ക് മറുകര നിന്ന് തൊഴുത് നമസ്കരിച്ചാണ് തോട്ടപ്പുഴശ്ശേരി കരക്കാരുടെ ഓരോ ദിവസവും കടന്നു പോകുന്നത്. ആറന്മുള ക്ഷേത്രക്കടവിന് എതിർവശത്ത് പള്ളിയോടപ്പുര നിർമ്മിച്ചത് തന്നെ ഭഗവാന്റെ ശ്രദ്ധയും നോട്ടവും എപ്പോഴും വേണമെന്ന ആഗ്രഹപ്രകാരമാണ്. പള്ളിയോടങ്ങളുടെ ആവിർഭാവകാലം മുതൽ കരയ്ക്ക് പള്ളിയോടം ഉണ്ടായിരുന്നു. എന്നാൽ 1993 മുതലാണ് നിലവിലുള്ള പള്ളിയോടം കരയ്ക്ക് സ്വന്തമായത്. 2008 ചങ്ങങ്കര വേണു ആചാര്യയുടെ നേതൃത്വത്തിൽ പള്ളിയോടം പുതുക്കിപ്പണിതു. 1991, 2001 എന്നീ വർഷങ്ങളിൽ ഉത്രട്ടാതി ജലമേളയിൽ മന്നം ട്രോഫി കരസ്ഥമാക്കിയിട്ടുണ്ട്. തിരുവോണത്തോണിക്ക് അകമ്പടി സേവിക്കുന്നത് ഉൾപ്പെടെ ആറന്മുളയിലെ ആചാരപരമായ എല്ലാ ചടങ്ങുകളിലും പങ്കെടുക്കുകയും വിവിധ ജലോത്സവങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് വിജയം കൈവരിക്കുന്നതുമായ പള്ളിയോടമാണ് തോട്ടപ്പുഴശ്ശേരി. ക്യാപ്റ്റൻ ശ്രീ അജീഷ്, പ്രതിനിധികൾ ശ്രീ KV സാമ്പദേവൻ, ശ്രീ KR അജുകുമാർ. ഉടമസ്ഥാവകാശം തോട്ടപ്പുഴശ്ശേരി പള്ളിയോട സേവാ സമിതി. അടുത്തതായി വൺമഴി പള്ളിയോടം. പതിറ്റാണ്ടുകൾക്ക് മുൻപ് സ്വന്തമായി പള്ളിയോടം ഉണ്ടായിരുന്ന കരയാണ് വൺമഴി. എന്നാൽ പള്ളിയോടം നഷ്ടമായതോടെ ഉത്രട്ടാതി ജലമേളയിൽ പങ്കെടുക്കുവാനും ഭഗവാന്റെ സ്തുതികൾ പാടാനും തുഴയെറിയാനുമായി ഒരു പുത്തൻ പള്ളിയോടത്തെ പ്രാർത്ഥനാപൂർവം കര സ്വപ്നം കണ്ടതിന്റെ സഫലീകരണമാണ് 2006 ചങ്ങങ്കരി വേണു ആചാര്യയുടെ നേതൃത്വത്തിൽ പുത്തൻ പള്ളിയോടം നിർമ്മിച്ച് നീറ്റിലിറക്കിയത്. പിന്നീട് ഇങ്ങോട്ട് ആറന്മുളയിലെ എല്ലാ ചടങ്ങുകളിലും സ്ഥിര സാന്നിധ്യമായി. 2011, 2019 എന്നീ വർഷങ്ങളിൽ മന്നം ട്രോഫി കരസ്ഥമാക്കിയ വൺമഴി 3 തവണ ബി ബാച്ചിലെ നന്നായി പാടി തുഴഞ്ഞതിനുള്ള സമ്മാനം നേടുകയുണ്ടായി. പല ജലോത്സവങ്ങളിലും വൺമഴി പങ്കെടുത്ത് സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട്. ഈ ബാച്ച് പള്ളിയോടങ്ങളുടെ 3ാമത്തെ കേസിൽ 3 പള്ളിയോടങ്ങൾ തുഴഞ്ഞെത്തുകയാണ്. തോട്ടപ്പുഴശ്ശേരിയും വൺമഴിയും മംഗലവും. 1959 പായിപ്പാട്ടിൽ നിന്നും മംഗലത്തിലെത്തിയ പടിഞ്ഞാറൻ ചുണ്ടൻവള്ളം ഏറ്റവും മനോഹരമായ രീതിയിൽ ഭഗവാന്റെ പള്ളിയോടമാക്കി മാറ്റിയെത്തിയതാണ് ഇപ്പോൾ നാം കാണുന്ന 9ാം നമ്പർ മംഗലം പള്ളിയോടം. ക്യാപ്റ്റൻ ശ്രീ അനിൽകുമാർ, ഉടമസ്ഥാവകാശം 573ാം നമ്പർ NSS കരയോഗത്തിനാണ്. ആ 3 പള്ളിയോടങ്ങൾ തോട്ടപ്പുഴശ്ശേരിയും വൺമഴിയും മംഗലവും ഈ സത്രക്കടവിൽ ഈ വിശിഷ്ട അതിഥികൾക്കുള്ള പവലിയന്റെ മുൻപിൽ ഇരുന്നാൽ നേരെ എതിർക്കരയിൽ കാണുന്നു തോട്ടപ്പുഴശ്ശേരിയുടെ സ്വാഗത ബാനർ. ആ തിരുവാറുമുളയപ്പനെ സദാ പ്രണമിച്ചു നിൽക്കുന്ന കരകളാണ് ഇത് എല്ലാമെങ്കിലും തിരുവാറുമുളയപ്പന്റെ പാദസേവ ചെയ്ത് കിടക്കുന്നു തോട്ടപ്പുഴശ്ശേരി നാട് എന്ന് പറഞ്ഞാൽ അതിൽ തർക്കവിതർക്കങ്ങളില്ല. തോട്ടപ്പുഴശ്ശേരിയും വൺമഴിയും മംഗലവും അങ്ങനെ തുഴഞ്ഞെത്തുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, മത്സരത്തിന്റെ ആവേശമല്ല, മത്സരത്തിന്റെ വൈരാഗ്യമല്ല, മറ്റു പലയിടങ്ങളിൽ നടക്കുന്ന വള്ളം കളിയല്ല ഇവിടെ നടക്കുന്നത്. ഇവിടെ ജലോത്സവമാണ് നടക്കുന്നത്, ഇവിടെ ജലസമർപ്പണമാണ് നടക്കുന്നത്. ഈ